സംസ്ഥാനത്ത് ദുരിതം വിതച്ച് പെരുമഴ. മഴക്കെടുതിയിൽ ഇന്ന് 3 പേർ മരിച്ചു. തിരുവനന്തപുരം മര്യനാട് വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മര്യനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത്. കരയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. ഇടുക്കിയിൽ പുഴയിൽ വീണ് യുവാവ് മരിച്ചു. മാങ്കുളം താളുംകണ്ടംകുടി സ്വദേശി സനീഷാണ് ദാരുണാന്ത്യം ഉണ്ടായത്. ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു. ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസാണ് മരിച്ചത്. ആലപ്പുഴ ജില്ലയിലെ എടത്വ, തലവടി ഉൾപ്പെടെ പമ്പയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട് നിന്നുള്ള NDRF സംഘം എത്തി. വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകി. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാസർഗോഡ് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. പെരിയാർ, പമ്പ, ചാലക്കുടി തുടങ്ങി സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്നു. കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. കോട്ടയം ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമാല അരുവി എന്നിവിടങ്ങളിലും വിലക്കുണ്ട്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2348.50 അടിയായി ഉയർന്നു.